ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നാളെ സൂര്യോദയം മുതൽ ഈ നക്ഷത്ര ജാതകരുടെ തലവര തെളിയുവാൻ പോകുന്നു. അതായത് നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകും. നിങ്ങൾ കാത്തിരുന്ന ആ ഒരു ദിവസം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആദിത്യൻ മിഥുന മാസത്തിൽ തിരുവാതിര ഞാറ്റുവേലയിലാണ്. തിങ്കളാഴ്ച മിഥുനമാസ പൗർണമി. ചൊവ്വ മുതൽ ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലാണ്. തൃക്കേട്ട മുതൽ അവിട്ടം ചതയം വരെ നക്ഷത്രങ്ങളിലൂടെ ചന്ദ്രൻ ഈ ആഴ്ച കടന്നുപോകും. വ്യാഴം കർക്കിടക രാശിയിൽ പൂയം നക്ഷത്രത്തിൽ പരമോച്ചത്തിലുമാണ്. ശനി മീനം രാശിയിൽ രേവതി രണ്ടാം പാദത്തിലാണ്. രാഹു കുംഭം രാശിയിൽ ചതയത്തിലും 17 മുതൽ അവിട്ടം നക്ഷത്രത്തിൽ പ്രവേശിക്കും. കേതു ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലാണ്. ചൊവ്വ ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ബുധൻ ശുക്രൻ എന്നിവ കർക്കിടകത്തിലുമാണ്. അതുപോലെ ഇരു ഗ്രഹങ്ങളും പുണർദത്തിലും ഒന്നിക്കുന്നുണ്ട്. 4 രാത്രി ശുക്രൻ ചിങ്ങത്തിൽ പ്രവേശിക്കും. ഈയൊരു ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം. മേടരാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. കടബാധ്യതകളും ഒരു പരിധിവരെ ഈയൊരാഴ്ച വീട്ടിൽ തീർക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വളരെയധികം അധ്വാനം വേണ്ടിവരും. തൊഴിലിടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായ ആളുകൾക്ക് നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഈ ആഴ്ച മുന്നേറുവാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ വേണ്ട ഒരു കാലമാണ്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാക്കുവാൻ ഇടയുണ്ട്. അതുപോലെ ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. പ്രണയിക്കുന്ന ആളുകൾക്കിടയിലും കുടുംബാംഗങ്ങളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. അതുപോലെ ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണം, മാനസികമായ പ്രയാസങ്ങൾ എന്നിവ അലട്ടുവാനും ഇടയുള്ള കാലം കൂടിയാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ദേവിക്ക് കടും പായസം സമർപ്പിക്കുക. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതി. ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച അപ്രതീക്ഷിതമായ ധനനേട്ടം പ്രതീക്ഷിക്കാം. അതായത് ലോട്ടറി, ചിട്ടി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന വാരമാണ്. വാക്കുതർക്കങ്ങൾക്ക് യാതൊരു രീതിയിലും ഇടം നൽകരുത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അധ്വാനത്താൽ വളരെയധികം നേട്ടങ്ങൾ ഈയൊരു ആഴ്ച കൊയ്യുവാൻ കഴിയും. അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും അവിവാഹിതർക്ക് കഴിയുന്നതാണ്. പ്രണയിതാക്കൾക്ക് വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. അതുപോലെ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുള്ള വാരം കൂടിയാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ ബാക്ക് പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന മിഥുന രാശിക്കാരായി നിങ്ങൾക്ക് ഈയൊരു ആഴ്ച ധനവരവ് ഉണ്ടാകുമെങ്കിലും ചില ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതാണ്. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. അതുപോലെ കർമ്മരംഗത്ത് വളരെയധികം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിദേശ വിപണനം ഗുണപ്രദമാകും. വിദ്യാർത്ഥികൾക്ക് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലം കൂടിയാണ്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകും.
അതുപോലെ പ്രണയിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഈ ഒരു ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ദമ്പതികളുടെ ഇടയിൽ ബന്ധം വളരെയധികം ഊഷ്മളമാക്കുന്ന ഒരു വാരമാണ്. ദൂരദേശ യാത്രകൾ പ്രതീക്ഷിക്കാം. അതുപോലെ ധനവരവിനേക്കാൾ അധികരിച്ച് നിൽക്കും നിങ്ങൾക്ക് ഈയൊരു ആഴ്ചയിൽ ഉണ്ടാകുന്ന ചെലവുകളെല്ലാം തന്നെ ആരോഗ്യപരമായി നിങ്ങൾക്ക് നേത്ര സംബന്ധമോ പല്ല് സംബന്ധമോ ആയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള ഒരു ആഴ്ചയാണ്. അതുപോലെ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈ വെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം. കർക്കിടക രാശിക്കാരായി നിങ്ങൾക്ക് ഈയൊരു ആഴ്ച അപ്രതീക്ഷിത ധനാഗമം ഉണ്ടാകും. അതുപോലെ അധ്വാനത്താൽ കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറുന്നതായി അനുഭവപ്പെടും. ബിസിനസ് രംഗത്ത് തന്നെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. അതുപോലെ പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കുടുംബ ജീവിതത്തിലും മാനസിക അകൽച്ച ഉണ്ടാക്കുവാൻ ഇടയുള്ള കാലമാണ്. ദൂരദേശ യാത്രകൾ പ്രതീക്ഷിക്കാം. അതുപോലെ അകാരണമായ ഒരു ഭയം നിഴലിക്കുന്ന വാരം കൂടിയാണ്. വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പാലിക്കുക. ആരോഗ്യപരമായി നിങ്ങൾക്ക് നേത്രരോഗ സംബന്ധമായ രോഗങ്ങൾ അലട്ടുവാനോ അതുമല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനോ ഇടയുള്ള ആഴ്ചയാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, മഹാദേവന് പിൻവിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങ രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച കർമ്മരംഗത്ത് നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. തൊഴിലിടത്തിൽ നിങ്ങളുടെ കഴിവുകളെ തെളിയിക്കുവാനുള്ള അവസരം വന്നു ചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ശ്രദ്ധ ചെലുത്തി കഠിനാധ്വാനം ചെയ്തു തന്നെ ഈയൊരു ആഴ്ച മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുവാനിടയുണ്ട്. പ്രണയബന്ധം ഊഷ്മളമാകും. ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വീട് മാറി താമസിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. മാനസികമായ പ്രയാസങ്ങൾ വർദ്ധിക്കുവാനും ഇടയുള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യപരമായി നിങ്ങൾ പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അതുപോലെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും അലട്ടുവാൻ ഇടയുള്ള വാരമാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ മഹാദേവന് ധാര, അതുപോലെ ശ്രീകൃഷ്ണ സ്വാമിക്ക് നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയിൽ ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. കർമ്മരംഗത്ത് ഉയർച്ചയും ഉത്തരവാദിത്ത കൂടുതലും അനുഭവപ്പെടുന്ന സമയമാണ്. നിലവിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും ഈയൊരു ആഴ്ച സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനമാകുവാനിടയുണ്ട്. അതുപോലെ പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും. ജീവിത പങ്കാളിയിൽ നിന്ന് വളരെയധികം നേട്ടങ്ങൾ ഈയൊരു ആഴ്ച പ്രതീക്ഷിക്കാം. വീട്, വസ്തു, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി നിങ്ങൾക്ക് മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. തൊണ്ടവീക്കം, തൈറോയ്ഡ് പോലുള്ള രോഗങ്ങൾ എന്നിവ അലട്ടുവാനും ഇടയുള്ള വാരമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗണപതി ഭഗവാന് കറുകമാല, ശ്രീകൃഷ്ണ സ്വാമിക്ക് പാൽപായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്തത് തുലാം രാശിക്കാരാണ്.
ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന തുലാം രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച കർമ്മരംഗത്ത് നിങ്ങളുടെ കഴിവുകളെല്ലാം തന്നെ തെളിയിക്കുവാനുള്ള അവസരം വന്നു ചേരും. തൊഴിലിൽ മാറ്റം, അതുമല്ലെങ്കിൽ സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും ധന നേട്ടം പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. ദാമ്പത്യ സൗഖ്യം കുറയും. കുടുംബ ജീവിതത്തിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. വാക്കുകളെല്ലാം തന്നെ സൂക്ഷിച്ചുപയോഗിക്കുക. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് തിളക്കമാർന്ന വിജയമുണ്ടാകും. ആത്മവിശ്വാസ കൂടുതൽ വളരെയധികം അനുഭവപ്പെടുന്ന ഒരു വാരമാണ്. ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ കടബാധകൾ കുറയുവാനും ഇടയുള്ള വാരമായതിനാൽ സന്തോഷിക്കുവാനുള്ള വകയും വന്നു ചേരും. ആരോഗ്യപരമായി നിങ്ങൾക്ക് നേത്ര സംബന്ധമായോ പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാനിടയുണ്ട്. അതുപോലെ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക. ദൂരദേശ യാത്രകളും അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ഒരു വാരമാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദേവിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുങ്കുമ അർച്ചന സമർപ്പിക്കുക. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നിവ ചേരുന്ന വൃശ്ചിക രാശിക്കാരായി നിങ്ങൾക്ക് ഈയൊരു ആഴ്ച തൊഴിലിടത്തിൽ വളരെയധികം വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായി വരും. പൊതുവെ വളരെയധികം സുഖക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ആഴ്ചയാണ്. ദൂരദേശ യാത്രകൾ ഉണ്ടാകും. അതുപോലെ ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ കഴിയുന്നതാണ്. അതുപോലെ സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കുവാനുള്ള പ്ലാനുകളും പദ്ധതികളും നടപ്പിലാക്കുവാൻ സാധിക്കും. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുവാൻ ഇടയുണ്ട്. അതുപോലെ പ്രണയിക്കുന്ന ആളുകൾക്കിടയിലെ ബന്ധം വളരെയധികം ഊഷ്മളമായി മാറും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ള കാലം കൂടിയാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് രോഗഭയം അലട്ടുവാനിടയുണ്ട്. അതുപോലെ മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് കടും പായസം സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽ ഭാഗവും ചേർന്ന ധനു രാശിക്കാരായി നിങ്ങൾക്ക് ഈയൊരു ആഴ്ച ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാൻ കഴിയും. തൊഴിൽ മാറ്റം, ദൂരദേശ യാത്രകൾ എന്നിവ പ്രതീക്ഷിക്കാം. ഉന്നത പഠനം സാധ്യമാകും. ധനാഗമത്തിനായി പുതിയ സ്രോതസ്സുകൾ തുറന്നു വരുന്നതാണ്. വിവാഹാലോചനകൾ തീരുമാനമാകുവാനും ഇടയുണ്ട്. അതുപോലെ ദാമ്പത്യ സൗഖ്യം കുറയാം. പ്രണയിക്കുന്ന ആളുകളുടെ ഇടയിലും തർക്കങ്ങൾ ഉടലെടുക്കുവാനിടയുണ്ട്. കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുവാനും ഈയൊരു ആഴ്ച സാധിക്കുന്നതാണ്. ക്ഷമ നിങ്ങൾക്ക് ഈയൊരു സമയം വളരെയധികം അത്യന്താപേക്ഷിതമാണ്. മാനസികമായ പ്രയാസങ്ങൾ വർദ്ധിക്കുവാനും ഇടയുള്ള കാലമാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ദേവിക്ക് കുങ്കുമാർച്ചന സമർപ്പിക്കുകയും ലളിത സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന മകര രാശിക്കാരായി നിങ്ങൾക്ക് ഈയൊരു ആഴ്ച കർമ്മരംഗത്ത് വളരെയധികം വിയർപ്പൊഴിക്കേണ്ടി വരും. അതുപോലെ വിദേശ യാത്രകളും ധനച്ചെലവുകളും വർദ്ധിക്കുന്നതാണ്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും. ബിസിനസ് രംഗത്തുള്ളവർക്കും കരാറുകളിൽ വീഴ്ച ഉണ്ടാകുവാൻ ഇടയുള്ള സമയമാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ വളരെയധികം മികവ് പുലർത്തുവാൻ കഴിയും. അതുപോലെ അപ്രതീക്ഷിത ധനാഗമം പ്രതീക്ഷിക്കാം. ലോട്ടറി, ചിട്ടി,
തെറ്റി എന്നിവ പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഇരട്ടി ഫലം സമ്മാനിക്കും. അതുപോലെ സന്താനങ്ങൾക്ക് വേണ്ടി ധനച്ചെലവുകളും വന്നു ചേരും. വിവാഹ കാര്യങ്ങൾ നടപ്പിലാകും. ദമ്പതികളുടെ ഇടയിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായി നിങ്ങൾക്ക് നേത്ര സംബന്ധമായോ അതുമല്ലെങ്കിൽ പൊള്ളൽ, വീഴ്ച, ചതവ് എന്നിവയുണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, അതുപോലെ ദേവിക്ക് ചുവന്ന ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന കുംഭരാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടി വരും. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുവാനുള്ള അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാൻ കഴിയുന്നതാണ്. കുടുംബത്ത് ധനച്ചെലവുകൾ വന്നു ചേരും. അതുപോലെ വിവാഹ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനമാകുവാൻ ഇടയുള്ള ആഴ്ചയാണ്. പ്രത്യേകിച്ചും പ്രണയിക്കുന്ന ആളുകൾക്കും വളരെയധികം ഗുണകരമാണ്. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. അതുപോലെ ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. ആഡംബര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാം. ഈയൊരു സമയം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ദൂരദേശ യാത്രകളും വേണ്ടി വന്നേക്കാം. ആരോഗ്യപരമായി നിങ്ങൾക്ക് ശരീരത്തിന് ക്ഷീണം, പൊള്ളൽ, ചതവ്, മുറിവ് എന്നിവയുണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ ആരോഗ്യപരമായി ശ്രദ്ധിക്കുക. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീന രാശിക്കാരായി നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ ജോലി ഭാരവും വർദ്ധിക്കുന്നതാണ്. ജോലിയിൽ നിങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. ബിസിനസ് രംഗത്തുള്ള ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസ് രംഗത്ത് വളരെയധികം വിപുലീകരണം സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായുള്ള ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാൻ കഴിയുന്നതാണ്. വിവാഹ കാര്യത്തിലുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങളെല്ലാം മാറിവരും. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള വാരമാണ്. എല്ലാവിധ കാര്യത്തിലും ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടും. ആഹാര ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രധാനമാണ്. സന്താനങ്ങളുമായി യോജിച്ച് പോകുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായി നിങ്ങൾക്ക് ഉദര സംബന്ധമായ പ്രശ്നങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടാകുവാൻ ഇടയുള്ള ആഴ്ചയാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താവിന് നീരാഞ്ജനം, ദേവിക്ക് രക്തപുഷ്പാഞ്ജലി എന്നിവ സമർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.